ഓം ശൈവദർശനം ഭാഗം 11. ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ സാദരം സപ്രേമം വന്ദേ മാതരം. ശിവമന്ത്രധ്യാനം ആത്മജ്ഞാനത്തെ ഉണർത്തുന്നതാണ്. ശൈവദർശനം നിർദ്ദേശിക്കുന്നു നിരന്തരം ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ധ്യാനിക്കുക എന്ന്. നാൻമുഖൻ്റെ ചേഷ്ടകൾ ശിവൻ പരിധി കൽപ്പിച്ചു. ശിവൻ നാൻമുഖൻ്റെ 4ാമത്തെ ശിരസ് നുള്ളിമാറ്റി. ശിവജ്യോതി ഭൂമിക്ക് പ്രകാശം നൽകുന്നു. കാമേച്ഛ നൽകുന്നത് വിഷ്ണുമായയാണ്. അതിനെ ശിവൻ ഇല്ലാതാക്കി. ലിംഗഭാഗങ്ങളിലെ രക്തസമ്മർദ്ദം കാമേച്ഛ ജനിപ്പിക്കുന്നു. ശിരസിലുള്ള ശിവസങ്കല്പത്താൽ ആ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. വിഷ്ണുമായയെ മാറ്റിയത് തിരുക്കണ്ടിയൂരിലാണ്. അതുപോലെ ജലന്ധരൻ എന്ന അസുര രാജാവ്, ശിവൻ ആ അസുരനെ ഹനിച്ചു. തിരുവീർക്കുഴിയിൽ എന്ന സ്ഥലത്ത് വെച്ച്. ത്രിപുരം എന്നത് അഹം ഭാവത്തിൻ്റെയും കൽമഷത്തിൻ്റെയും മായയുടെയും പ്രതീകങ്ങളാണ്. ആ ത്രിപുരാന്തകനായ ശിവനാണ് ത്രിപുരങ്ങളെ ദഹിപ്പിച്ചത്. അതായത് മനസ്സിൻ്റെ 3 മലങ്ങൾ അഥവാ ഭാവങ്ങൾ ഇല്ലാതാക്കി. മുപ്പുരം എന്നറിയപ്പെടുന്ന ത്രിപുരം താരകാക്ഷൻ, വിദ്യുന്മാലി, കമലാക്ഷൻ ഈ അസുരന്മാർ അടക്കി വാഴുകയാണ് അവിടെ. ഇതിൽ ഭൂലോകത്തെ ഇരുമ്പ് കൊണ്ടും ഭൂവർലോകത്തെ വെള്ളി കൊണ്ടും സ്വർലോകത്തെ സ്വർണം കൊണ്ടും 3 പുരങ്ങൾ സൃഷ്ടിച്ചു. ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആ ത്രിപുരന്മാരെ ശിവൻ സംഹരിക്കുന്നു. ശിവൻ തന്നെയാണ് എല്ലാ മംഗളവും പകർന്നു തരുന്നത്. ത്രിപുര സംഹാരം ശിവൻ നടത്തുന്നതിന് മഹാമേരുവിനെ വില്ലാക്കി, വാസുകിയെ ഞാണാക്കി. ഭൂമി തേരാണ്, സൂര്യചന്ദ്രന്മാർ രഥചക്രം, വേദങ്ങൾ കുതിരകളാണ്, വിഷ്ണു അസ്ത്രമാണ്. എന്താണ് പൊരുൾ? സ്ഥൂല സൂക്ഷ്മ കാരണാത്മകമായ ശരീരങ്ങളെയാണ് ഉദ്ബോധിപ്പിക്കുന്നത്. തിരുവാതികയിൽ ശിവൻ ത്രിപുരദഹനം നടത്തി. അഗ്നി ത്രയം, യാഗാഗ്നിയിൽ
മറയുന്നു. മനുഷ്യ മനസ്സിലെ കാമാഗ്നിയെ ശിരസിൽ വളർത്തി അഗ്നിഹോത്രം ആചരിക്കണം. അവിടെ മനസ്സിൻ്റെ എല്ലാ ദുരികളും എരിഞ്ഞടങ്ങും. അതുപോലെ ലിംഗപുരാണം അനുശാസിക്കുന്നു, രാവണൻ്റെ 10 തല ശിരസ് എന്ന് പറയുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മാത്സര്യം, ഡംഭം, ദർപ്പം, അസൂയ, ഈർഷ്യ എന്നിവയാണ്. ഇതെല്ലാം രാവണൻ്റെ 10 ശിരസുകളാകുന്ന ഈ ദുർവികാരങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇല്ലാതാക്കുന്നു. അത് രാവണവധം എന്നതിൻ്റെ പ്രതീകമാണ്. ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും ചേർന്ന് 20 ശക്തികൾ നിറഞ്ഞ കൈകൾ. അതാണ് രാവണൻ്റെ 20 കൈകൾ. പരാക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഷയേച്ഛകൾക്ക് വശംവദനായാൽ ഈ തിന്മകളെല്ലാം ഒന്നൊന്നായിട്ട് ഉണർന്നു വരും, കാമാസക്തി വളർത്തും. അതുകൊണ്ടാണ് രാവണൻ സീതാപഹരണം നടത്തിയത്. മഹാപാപം, പരസ്ത്രീ അപഹരണം. മനുഷ്യൻ്റെ എല്ലാ പതനങ്ങൾക്കും കാരണം രാവണൻ്റെ 10 ശിരസുകളായ കാമക്രോധ ലോഭാദികളാണ്. ആത്മഭാവങ്ങളെ ശിവൻ സ്ത്രീ പുരുഷ സംഘത്തെ യജ്ഞം എന്ന് പേര് കൊടുത്തു. സ്ത്രീ പുരുഷ സംഘം അഥവാ സംഗമം യജ്ഞഭാവനയോടുകൂടി വേണം, സത്സന്താനത്തിന് മാത്രം. പഞ്ചാക്ഷര മന്ത്രം ജപിച്ചു ദേവന്മാർ ശിവസിദ്ധന്മാരായിട്ട് മാറുന്നു. പ്രണവാക്ഷര മന്ത്രത്താൽ മൂലാധാര ശക്തിയെ ഉണർത്തി ശിവയോഗികൾ സഹസ്രദളത്തിൽ ചേർക്കുന്നു. ദേവന്മാരുടെ അഹങ്കാരാദിയെ ശിവൻ ഇല്ലാതാക്കി ശൈവ സമ്പ്രദായത്തിൽ അനേകം പ്രതീകാത്മകമായ പദങ്ങളുണ്ട്. ശിവപുരാണത്തിലുടനീളം അത് കാണാൻ കഴിയും. ആധ്യാത്മിക ദൃഷ്ടിയാണ് ആ പ്രതീകങ്ങളുടെ ആത്മീയ വശം കണ്ടെത്തിയിട്ട് മനസ്സിലാക്കി ശിവോപാസന നടത്തുക. ശിവനാണ് മഹാദേവൻ. ആ മഹാദേവനെ പ്രാപിക്കുമ്പോൾ മഹത്വമേറിയ ജ്ഞാനലബ്ധിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊരു ചൈതന്യമാണ്, പ്രകാശമാണ്, ജ്യോതിസാണ്. ആ ആത്മജ്യോതിസിനെ ശിവപഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ജപിച്ച് സാധന നടത്തി സാക്ഷാത്കരിക്കുക. ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ ഉപസംഹരിക്കാം. സ്വസ്തി. ശിവം ഭൂയാത്.